കമ്പ്യൂട്ടറിൽ ചെയ്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അതിനെ ഒന്ന് ഫോക്കസ് ചെയ്യുന്ന ഒരു അച്ചീവ്മെൻറ്റ്സ് എന്നുള്ള രീതിയിലുള്ള ഒരു ഫോർമാറ്റ് ആയിരുന്നു ശരിക്കും ആദ്യം ഉണ്ടായിരുന്ന ഫോർമാറ്റ്. പക്ഷേ പിന്നീട് അവനോട് കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഡയറി എഴുതാം. ഓരോ ദിവസം അവൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഡയറി എഴുതാറുണ്ട്. പിന്നെ മാത്രമല്ല ഈ ഇതിൽ പറയുന്ന പല കാര്യം, ഇപ്പം എനിക്കും ഈ തുടക്കത്തിൽ ബ്ലൈൻഡായ ഒരു കുട്ടിക്ക് ഇത്രയധികം കാര്യങ്ങൾ, ബ്ലൈൻഡായ വ്യക്തികൾക്ക് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ബ്ലൈൻഡുകൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മുൻവിധി എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഹാറൂണിനെ സംസാരിച്ചപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഇവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലായത്. അപ്പോൾ എനിക്ക് തോന്നി അവൻ്റെ ഒരു ഡയറി എന്നുള്ള രീതിയിൽ തന്നെ, ഒരു വിഷ്വൽ ഡയറി എന്നുള്ളൊരു പാറ്റേണിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകാം. കാരണം അവൻ തന്നെ സംസാരിക്കട്ടെ എന്ന് വെച്ചു. കാരണം അതാണ് അവർക്ക് ഏറ്റവും റിയലിസ്റ്റിക്കായിട്ട് ക്രെഡിബിളായിട്ട് ചെയ്യാൻ പറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അവൻ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, അവൻ്റെ സംഘർഷങ്ങൾ, അവൻ്റെ ഇമോഷൻസ്, കാര്യങ്ങളൊക്കെ അവൻ തന്നെ സംസാരിക്കണം. പിന്നെ ആ ഒരു പാറ്റേണാണ് ഫോളോ ചെയ്തത്. അപ്പോൾ ആദ്യം പക്ഷേ ഞാനത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡോക്യുമെൻ്റ് ഷൂട്ട് ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം ഫിക്ഷൻ വ്യത്യസ്തമായിട്ട്, നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ എല്ലാവരും ഫോർമലായി പോകും. ഭയങ്കര ഹാറൂണെ നമ്മൾ ആദ്യം സംസാരിക്കുമ്പോഴൊക്കെ വളരെ ഫോർമലായിട്ട് ഒരു റിജിഡായിട്ടായിരുന്നു സംസാരിച്ചത്. അപ്പോൾ അത് അത്ര സുഖമായിട്ട് തോന്നിയില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഫ്രണ്ട്ലി ആക്കി. നമ്മൾ പോയി ചായയൊക്കെ കുടിച്ച് നമ്മൾ ഒരു ദിവസം യൂണിവേഴ്സിറ്റിക്കൊക്കെ അവനെ വരുത്തി. എന്നിട്ട് പിന്നെ ഞങ്ങൾ കാര്യം പോയി ചായയൊക്കെ കുടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരമൊക്കെ ചെയ്ത് അങ്ങനെ ഫ്രണ്ട്ലി ആക്കി എടുത്ത് പിന്നെ നമ്മൾ പിന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ട് ഇവനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്നിട്ട് ഇവൻ പറയുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ചോദിച്ച് അങ്ങനെ എടുത്തത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മേക്കിംഗ് പ്രോസസ്സ് എന്നുള്ള രീതിയിലുണ്ടായത്. പിന്നെ നമ്മുടെ ഫണ്ടും കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞൊരു ഫണ്ടാണ്. നമ്മുടെ ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനമാണെങ്കിൽ പോലും നമ്മളൊരു ഗവൺമെൻറ് സ്ഥാപനം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി എന്നുള്ളത് ഒരു 10 വർഷം മുമ്പുള്ള റേറ്റാണ് ഇപ്പോഴും ഓരോ കാര്യങ്ങൾക്കും ഉള്ളത്. ഇപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുകയാണെങ്കിൽ 1500 രൂപയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുന്നതിൻ്റെ റേറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ചില ഒരുപാട് ലിമിറ്റേഷൻസ് ഓരോ ഏരിയകളിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില സാങ്കേതികമായിട്ടുള്ള നമ്മുടെ പരിമിതിക്കകത്തുനിന്നുകൊണ്ട്, അത് 10 വർഷം മുമ്പുള്ള റേറ്റാണ്, അന്ന് ഓക്കെയാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനിയിപ്പോൾ അതൊക്കെ റിവേഴ്സ് ചെയ്തൊക്കെ വന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറേ ടെക്നിക്കലായുള്ള കുറേ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ടുള്ള ഒരു വർക്കാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമർശനങ്ങളായിട്ടും നിങ്ങളുടെ തോന്നലുകളൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ അടുത്ത വർക്കുകൾ ചെയ്യുമ്പോൾ അതൊരു ഹെൽപ്പായിരിക്കും. പ്രശ്നങ്ങൾ കൂടി പറയട്ടെ. ഞാൻ അങ്ങനെ ഒരു ഇതും കൂടിയാണ് ഇത് വരുന്നത്. കാരണം എനിക്ക് തോന്നുന്നുണ്ട് കുറേ പ്രശ്നങ്ങൾ എനിക്കറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അടുത്തുനിന്ന് കൂടി അത്തരം ഒരു ചില സജഷൻസ് വന്നാൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ ഒരു വർഷത്തോളമായി. അവനിപ്പോൾ 10ാം ക്ലാസ് പഠിക്കാം. ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവൻ 9ാം ക്ലാസ് പഠിക്കണം. ഇപ്പോൾ ഉണ്ടായൊരു കാര്യം വെച്ചാൽ അവന് ആ സമയത്ത് തന്നെ പറയുന്നത് ഈ SLC എക്സാം കമ്പ്യൂട്ടറിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലൊരു റിക്വസ്റ്റ് കൊടുത്ത് ഇപ്പോൾ അവന് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ DPA ഒക്കെ അവനെ വിളിച്ച് സംസാരിച്ച് അങ്ങനെ ഒരു പെർമിഷനൊക്കെ കൊടുത്തു അവന്. അപ്പോൾ അവൻ പറഞ്ഞ് എനിക്ക് മാത്രമല്ല മറ്റുള്ള കുട്ടികൾക്കും കൂടെ അങ്ങനെയുള്ളൊരു അവസരത്തിന് വേണ്ടി. ഈ ബ്ലൈൻഡിനും കഴിവ് ഇല്ല എന്നുള്ളൊരു ധാരണ ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ആ ധാരണ മാറി ഞാൻ സ്റ്റേറ്റ് ബാങ്കിൽ എൻ്റെ കൂടെ ഒരാൾ ബ്ലൈൻഡ് ആൾ ജോലിക്ക് വന്നപ്പോഴാണ്. കാരണം അവര് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവനായിട്ട് കൂടുതൽ അടുത്തപ്പോഴാണ് പറയുന്നത് അവരുടെ ഏറ്റവും പ്രശ്നം അതാണ്. കാരണം അവർക്ക് എന്തൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഒരു ധാരണ ജനങ്ങളിലുണ്ട്. അത് അപൂർവം ചിലർക്ക് അതല്ല എന്നുള്ളത് പറയുന്നത്. അപ്പൊ അത് കണ്ടപ്പോഴേക്കും അല്ല, അത് അവരുടെ ഒരു അനുഭവിക്കുന്ന ഒരു പ്രശ്നം. അതായത് സിമ്പതൈസ് ചെയ്യണം ആൾക്കാർ.
അങ്ങനെ ഭയങ്കര സിമ്പതി കൊടുക്കുക. പക്ഷെ അവർക്ക് അത് ഒട്ടും ഇഷ്ടമല്ല. നമുക്കാണെങ്കിൽ നമ്മളോട് സിമ്പതൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. അതെ അതെ, ഭയങ്കര മെച്ചൂർഡ് ആയിട്ടാണ്. വളരെയധികം മെച്ചൂർഡ് ആയിട്ടുള്ള നല്ല സംഭവം. എന്താ ഓരോന്നും വളരെ എന്താ പറയാ ഓരോ വാചകങ്ങള്. അതെ അതെ, ഇപ്പോൾ ആക്സസിബിലിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. മൈൻഡിന് ആക്സസ് എബിലിറ്റിയാണ്, മൈൻഡിനായിട്ടൊക്കെയാണ് അത് ആക്സസ് ചെയ്യേണ്ടത് എന്നുള്ളത്. നല്ല വായനക്കുള്ള കുട്ടിയാട്ടോ, നന്നായിട്ട് വായിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കുട്ടിയാണ്. നല്ല വായനയും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടി. വേറൊരു കാര്യം പറഞ്ഞത് അവൻ തന്നെ കൂടെ പറഞ്ഞിട്ടുണ്ടായി. അതായത് ഒരു ബ്ലൈൻഡ് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് കൂടുതലായിട്ട് പ്രശംസിച്ചിട്ടുള്ള അത് ഭയങ്കര ഫിലോസഫിക്കലായിട്ടാണ് സംസാരിക്കുന്നത്. അല്ല, അവൻ പറയുന്ന കാര്യം അതാ. ഇപ്പം ഈ അവർക്ക് വലിയൊരു പ്രശ്നം എന്നുള്ളത് ഈ സൊസൈറ്റിയുടെ അവരുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരു അപ്രോച്ചാണ്. കാരണം ഒന്ന് സിമ്പതൈസ് ചെയ്യുക, പിന്നെ അവർക്കൊന്നും കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവരെ പലപ്പോഴും പലതിനും മാറ്റി, പല ജോലികളിൽ നിന്നൊക്കെ അവർ മാറ്റി നിർത്തുക. അതുപോലെ ഇവരിപ്പോൾ ഈ സയൻസ് വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ഇവരെ പലരും അതിന് പ്രോത്സാഹിപ്പിക്കില്ല. അപ്പോൾ ഇവൻ്റെ ഭാഷത്തെ സയൻസ് പഠിക്കണം എന്നുള്ള, സയൻസ് പഠിച്ച് പോകണം എന്നുള്ളതാണ് അവൻ്റെ ഭാഷ. അതാണ് ഈ സോഷ്യൽ സയൻസ്, ഹിസ്റ്ററി അങ്ങനെയുള്ള ഇതൊക്കെ അവർക്ക് പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊരു ധാരണ. അവൻ പറഞ്ഞാൽ അങ്ങനെയല്ല, സയൻസും മാത്സും ഒക്കെ ശരിക്കും നന്നായിട്ട് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഞാനിപ്പോൾ ഈ ഡോക്യുമെൻറ്റിലൂടെ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സാധനം എന്നുള്ളത് ഈ സൊസൈറ്റിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഈ ഡിഫറൻ്റ് ഏബിൾഡായ ആളുകളോട്, അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലൈൻഡ് ഏതാവട്ടെ, അങ്ങനെയുള്ള ആളുകളോടുള്ള സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിലൊരു മാറ്റം വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ തന്നെ ഇവർക്ക് ഇവൻ കുറേ കൂടെ പിന്നെ ഒരു അഗ്രസീവായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ പലരും എന്ന് വെച്ചാൽ പിന്നോട്ട് പോകും. കാരണം സമൂഹത്തിൻ്റെ ഒരു സമീപനം കൂടി ഇങ്ങനെ ആകുമ്പോൾ പലരും ഇങ്ങനെ ഉൾവലിയാനും പിറകോട്ട് പോകാനും ഒക്കെയാണ് ശ്രമിച്ചത്. അപ്പോൾ സമൂഹം അവരാഗ്രഹിക്കുന്ന സംഗതി അതാണ്. ഒരു മെയിൻ സ്ട്രീം ആളുകൾ നമ്മൾ പരസ്പരം എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു ബ്ലൈൻഡായ ആളോടും ഒരു ഹാൻഡിക്കപ്പ്ഡായ ആളോടും നമ്മൾ അതേപോലെ തന്നെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റാറില്ല. നമ്മുടെ ഒരു മനസ്സുള്ള ചില മുൻവിധികളും ധാരണകളുമാണ് അതിനെ തടസ്സം നിൽക്കുന്ന സംഗതി. അങ്ങനെ അവരോട് അപ്രോച്ച് ചെയ്യുന്നതിനാണ്. അപ്പോൾ അതൊരു മാറേണ്ടൊരു സംഗതിയാണ്. നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഇപ്പോൾ അവർക്കൊരു സ്പേസും അവർക്കൊരു ഈക്വാലിറ്റി ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷേ ഈ ഡിഫറൻ്റ്ലി ഏബിൾഡായ ഒരു കമ്മ്യൂണിറ്റിക്ക് പലപ്പോഴും നമ്മൾ അത്ര ഒരു ഈക്വാലിറ്റിയോ അല്ലെങ്കിൽ ഒരു ആക്സസിബിലിറ്റിയോ നമ്മളത്ര കൊടുക്കാറില്ല. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ അവർക്കും അത്തരത്തിലുള്ളൊരു പരിഗണന സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവൻ തന്നെ ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ ഒരുപക്ഷെ ഞാൻ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകനുണ്ട്. അപ്പോൾ പുള്ളി IT ഫീൽഡിൽ കുറച്ച് കാലമൊക്കെ വർക്ക് ചെയ്തിട്ടാണ് ഇതിലൊക്കെ. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാര്യമൊക്കെ പഠിച്ചിട്ടുള്ള നമ്മൾ പോലും ഇവൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ ഒബ്സർവേഷനും കണ്ട് കഴിയുമ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോകുന്നു. കാരണം അവൻ അതിനെക്കുറിച്ച് അത്രയും അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുകയാണ്. അതന്നെയാണ് അവൻ്റെ ഒരു ആലോചനയും ചിന്തകളും. എപ്പോഴും അതെങ്ങനെ ബെറ്റർ ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഓപ്ഷൻസ്. ഇപ്പോൾ ഇത് പറഞ്ഞല്ലോ, അവൻ പിന്നെ ക്ലാസ് റൂമിൽ അവൻ കണ്ടെത്തിയൊരു ഒരു ടെക്നോളജിയാണ്. ഈ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ഇപ്പം ബോർഡിൽ എഴുതിയ സംഗതി ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയിലുള്ള ഇത് ടെക്സ്റ്റായിട്ട് പിന്നെ അത് ഓഡിയോ ഇട്ട് അവന് കിട്ടും. അത് ഞാൻ തന്നെ പറയണ്ടല്ലോ, ഈ നമ്മളൊരാൾ മുന്നിൽ നിൽക്കുമ്പോൾ ഒരാളുടെ ഹൈറ്റ് എനിക്ക് മനസ്സിലാവും, നമ്മുടെ ഈ ഓറിയന്റേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്, ഏത് ഡയറക്ഷനിൽ എങ്ങനെയാന്നുള്ള രീതിയിലൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അങ്ങനെ പിന്നെ അവർ ഇൻട്രാക്ട് ചെയ്യുമ്പോഴും നമ്മൾ കുറച്ചൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് അവൻ ബ്ലൈൻഡ് ആണെന്നുള്ളൊരു ധാരണ നമുക്കും പോകും ചിലപ്പോൾ. കാരണം അങ്ങനെ വളരെ കൂളായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അവർ. പിന്നെ ഇടപഴകലും കാര്യങ്ങളൊക്കെ വളരെ കൂളായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടറൊക്കെ വളരെ ഞാനൊക്കെ ചെയ്തിട്ടുള്ള നമ്മളൊക്കെ ചെയ്തങ്ങൾ എത്രയോ ഫാസ്റ്റായിട്ടാണ് അവൻ കമ്പ്യൂട്ടറൊക്കെ ഇങ്ങനെ 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 അത്രയും സ്പീഡായിട്ടാണ് ചെയ്യുന്ന കാര്യം. ആണല്ലേ?
അത് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിന്റെ മരുമകൻ. അയാൾ അന്ന് അക്കാലത്ത് ഫോണിന് വരുത്തുകയും വായിക്കുകയും ചെയ്യുന്നതാണ്. അയാൾ റേഡിയോ ഒക്കെ റിപ്പയർ ചെയ്യും. അയാൾ എൻ്റെ അഞ്ചൻ പിന്നെ IT പാസ്സായിട്ട് വന്നെന്ന് പറഞ്ഞപ്പോൾ അയാൾ റേഡിയോന്റെ IC തൊട്ട് കാണിച്ചിട്ട് ഈ IC തരാറുണ്ട്. അത്രയും അയാൾ റേഡിയോ റിപ്പയർ ചെയ്യും. അയാൾ MA BA മറ്റേ പാസ്സായി ചെയ്തതാണ് അക്കാലത്ത് വർഷം മുമ്പ്. അല്ല അതുപോലെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാറുണ്ട്. ഈ ഇവർക്കുള്ള ഓഡിയോ ബുക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ബുക്സ് ചില റീഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഓഡിയോ ബുക്സ് ഉണ്ടാക്കും. അപ്പോൾ ഞാനും ആ സമയത്തൊക്കെ നല്ലൊരു കാര്യമാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവനോട് സംസാരിച്ചപ്പോൾ ആരോട് സംസാരിച്ചവൻ പറഞ്ഞ സംബന്ധിച്ചാൽ ഓഡിയോ ബുക്സ് ആക്കുമ്പോൾ ഓഡിയോ ബുക്ക് ആക്കിയത് മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. അപ്പം പറഞ്ഞത് ഒരു ബുക്ക് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് കിട്ടും, ഓഡിയോ കിട്ടും. അങ്ങനെ ആകുമ്പോഴേക്കും എല്ലാ ബുക്കും വായിക്കാം. മറ്റേത് ഒരു ലിമിറ്റേഷൻ വന്നല്ലോ. നമുക്കൊരു ബുക്ക് പർച്ചേസ് ചെയ്ത് വാങ്ങി വായിക്കണ പോലെ ഒരാൾക്ക് പറ്റില്ല. അതിൻ്റെ ഓഡിയോ ബുക്കൊക്കെ വന്നിട്ട് വേണം. പിന്നെ ഇത് പക്ഷെ അതല്ല, ഇങ്ങനെ വരുമ്പോൾ തന്നെ അവർക്കും ഇത് വെച്ചിട്ട് വായിക്കാൻ പറ്റും. അവൻ പറയുന്ന മെയിൻ സംഗതി ഇതാണ്. ഈ ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ നോർമൽ ആൾ ചെയ്യുന്ന പോലെ തന്നെ ഏറെക്കുറെ കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. മേലാറ്റൂർ എന്ന സ്ഥലത്ത് ഒരു വളരെ നാട്ടുമ്പുറത്ത് വളരെ ഒരു കുഗ്രാമം പോലുള്ള സ്ഥലത്ത് ഒരു റബ്ബർ തോട്ടങ്ങൾ അതിൽ കാണുന്നില്ല. അങ്ങനെ ഒരു വളരെ ഉള്ളോട്ടുള്ളൊരു സ്ഥലം. പിന്നെ അവൻ്റെ വേറൊരു കാര്യം വെച്ചാൽ വീട്ടിൽ നല്ലൊരു സപ്പോർട്ടുണ്ട്. ആൻഡ് ഫാദർ പറയുമ്പോൾ ഒരു കർഷകനും ഒരു നാടൻ ആളൊക്കെയാണ്. പക്ഷെ ഉമ്മ ഒരു സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട്. പിന്നെ അവൻ്റെ മൂത്ത താത്ത ഒരു MBBS പഠിക്കുന്ന ഒരാളാണ്. അവൻ്റെ പിന്നെ അതിൻ്റെ തൊട്ടയാൾ +2 പഠിക്കും. ഒരു എഡ്യൂക്കേഷനുള്ള സപ്പോർട്ടും അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ കോഴിക്കോട് ബാങ്ക്മെൻസ് ക്ലബിൻ്റെ അവിടെ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സയൻസ് ഫെസ്റ്റ് കുറേ ഫെസ്റ്റിവൽസ് ഒക്കെ പോയിട്ടോ. അത് യൂട്യൂബിൽ ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ കോപ്പിറൈറ്റ് എന്നുള്ളത് UGCക്കാണെന്നുള്ളൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. അപ്പോൾ അത് കാരണം ഇവർ സംഗതി ഇത് നമ്മൾ ഈ വീഡിയോ ചെയ്യണതൊക്കെ സ്റ്റുഡൻസിനും പബ്ലിക്കിനും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കണ്ടതാണ്. ഇല്ല, അവരങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടൊന്നുമില്ല. ഈ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഒരു പ്രശ്നമാണത്. ഇപ്പോൾ ഞാനവിടെ ബാങ്ക്മെൻസ് ക്ലബിനോട് കാണിച്ചപ്പോഴും അവിടുന്ന് അങ്ങനെ ഒരു അഭിപ്രായം വന്നു. ഇത് സ്കൂളുകളിലൊക്കെ ശരിക്ക് കാണിക്കാവുന്നതാണ്. കാരണം ഇങ്ങനെ ഡിഫറെൻറ്റ് ലേബിളായ ആൾക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവുന്ന രീതിയിൽ അത് പിന്നെ അവരോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ സ്കൂളുകളും കോളേജിലൊക്കെ ഒന്ന് കാണിക്കേണ്ട ഒരു വർക്കാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. അതൊരു വ്യത്യസ്തമായ അല്ല, അത് ഞാനും അപ്പോഴാണ് ശരിക്കും ആ ഒരു അത് മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ വിചാരിക്കുന്നത് ബ്ലൈൻഡ് സ്കൂൾ നല്ലൊരു കൺസെപ്റ്റാണ്, അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണെന്ന് വിചാരിക്കണം. പക്ഷേ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഒരു സാധനം ഡിസോർഡർ ആയിട്ട് എടുക്കുന്നതായി നമുക്ക് തോന്നുമെങ്കിലും അതൊരിക്കലും ഓർഡർ ആക്കാൻ പാടില്ല. ഡാൻസിന്റെ ഒരു സാധനം അവർ വെച്ച സ്ഥലത്ത് നിന്ന് മാറ്റി വെക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് കാണുന്നേരം ചിലപ്പോൾ ഫർണിച്ചർ ഡിസോർഡർ ആയിട്ട് കാണുന്നേരം നമ്മൾ നേരിടാൻ നോക്കും. പക്ഷെ അവരെ സംബന്ധിച്ചോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ അതെ, അവര് ആ രീതിയിലാണ് അവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇതില് വേറെ ചില സംഭവങ്ങൾ നമ്മൾ അറിയാതെ കിടക്കുന്ന ചില സംഭവങ്ങൾ ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ബ്ലൈൻഡ് സ്കൂളുകളായിട്ട് ബന്ധപ്പെട്ടപ്പോഴേ അവർക്ക് ഇതിൽ വലിയ താല്പര്യമില്ല. അവർക്ക് ഹാറൂണിനെ അവൻ്റെ ഒരു കൺസെപ്റ്റ് ഈ ധാരണയെ അറിയുന്നുണ്ട്. അവർ ബ്ലൈൻഡ് സ്കൂളിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയല്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് ഷൂട്ട് ചെയ്യുന്നത്. കാരണം അവർക്ക് ഇതിൻ്റെതായ കുറേ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ ജോലിയെ ബാധിക്കുമോ അല്ലെങ്കിൽ അവരുടെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ കുറയോ അങ്ങനെയൊക്കെയുള്ളൊരു പേടിയൊക്കെ ആയിരിക്കും. അപ്പോൾ അവരത്ര പ്രോത്സാഹിപ്പിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ബന്ധപ്പെട്ട് ഷൂട്ട് ചെയ്യാൻ കുറച്ച് അങ്ങനെ ചില സ്കൂളുകൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഈ മങ്കട സ്കൂളിൽ ഈ മെൻ്റലി റിട്ടാർഡായ കുട്ടികൾ, അതുപോലെ ഈ ബ്ലൈൻഡായ കുട്ടികൾ, അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഈ ടീച്ചറാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്.
ഇവരെ പഠനം അല്ല അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് തോന്നുന്നു എല്ലാ സ്കൂളുകളിലും കോമൺ ആയിട്ട് അങ്ങനെ ഇവന്റെ പാരമ്പര്യത്തിലൊന്നും അങ്ങനെ ഇല്ല. പക്ഷെ ഇവൻ ജന്മന ബ്ലൈൻഡ് ആണ്, കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ്, കാഴ്ച ഒട്ടും കാഴ്ച. അത് പക്ഷെ അവര് ചിലപ്പോ മാത്രമല്ല വേറെ പ്രശ്നം അവർക്ക് ഈ ലൈറ്റ് ഒക്കെ അടിക്കുമ്പോഴേ ചെറിയ സ്ട്രെയിന് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോഴും അങ്ങനെ ഒരു പ്രശ്നം പിന്നീട് അവൻ പറഞ്ഞു. അത് പക്ഷെ അവര് ഓഡിയോ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ചെവി ഓഡിയോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കാണൂല, കാഴ്ചല്ല, കാഴ്ച ഒട്ടുമില്ല, ഒട്ടും കാഴ്ചയില്ല. പക്ഷെ ലൈറ്റ് ചിലപ്പോൾ അവർക്ക് കുറച്ച് ഫീൽ ചെയ്യുന്നതാണ്. ലൈറ്റ് ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ലൈറ്റ് വരുമ്പോൾ ഈ ലൈറ്റ് ഇവിടുന്ന് വരുന്നുണ്ട് എന്നുള്ളത് ചെറുതായിട്ട് മനസ്സിലാവും. പക്ഷെ ഒന്നും കാണുന്നില്ല. അങ്ങനെ ഒരു കാഴ്ച എന്നുള്ളൊരു സംഗതി ഇല്ല. കാരണം അവൻ ജന്മന അവൻ അതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ തൊട്ടറിയുന്ന രീതിയിലുള്ള വേറെ രീതിയിലാണ് ഒരു എക്സ്പീരിയൻസ്. നമുക്ക് പിന്നെ അടിഞ്ഞു പോയ നമ്മുടെ ഫാക്കൽറ്റീസ് മുഴുവൻ അവരില് കുറച്ച് മാഗ്നിഫൈഡ് ആയിട്ടായിരിക്കും. എനിക്കൊരു അനുഭവം നമ്മുടെ ഒരു ആർക്കിയോളജിക്കൽ എക്സ്കേർഷൻ MG യൂണിവേഴ്സിറ്റിയുടെ രാജീവ് ഗുരുക്കൾ സാറിന്റെ ഒരു പ്രോജക്റ്റാണ്. അതിന്റെ ഡോക്യുമെന്റേഷൻ ഞാനാണ് ചെയ്തത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു പയ്യൻ ഇതേപോലെ കണ്ണ് കാണില്ല. അത് വന്നിട്ട് എക്സ്കവേഷൻ സൈറ്റിന്റെ അകത്ത് കയറിയിട്ട് കേവാണ്. കേവിനകത്ത് കയറിയിട്ട് ഇവർ ഈ സാധനം സ്പർശിച്ചാണ് ഈ സാധനത്തിന്റെ എല്ലാ കാര്യങ്ങളും. എക്സ്കവേഷൻ നടത്തിയ ആൾക്കാർ പോലും കണ്ടെത്താത്ത രണ്ട് സാധനങ്ങൾ ഇവർ അവിടെ ഐഡന്റിഫൈ ചെയ്തു. എന്നുവെച്ചാൽ അവർ ഈ സാധനത്തിനെ കൃത്യമായിട്ടും തൊട്ട് ഫീൽ ചെയ്തിട്ട് സാധനം അപ്പോഴാണ് അതിൻ്റെ അകത്ത് രണ്ട് ബുക്ക് കണക്കുള്ള സാധനം ഉണ്ടായിരുന്നു. എവരാ ഈ സാധനം ഐഡന്റിഫൈ ചെയ്തത്. അതാണ് അവരുടെ ഒരു നമ്മൾ കാണും, നമ്മൾ വെറും കാഴ്ചയാണ് അവര് പുറത്തേക്ക് സാധനം. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മളൊരു സൊസൈറ്റിയുടെ ഭാഗമായി തീരുന്നു എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഈ പറഞ്ഞ ബോഡി ലാംഗ്വേജും നമ്മുടെ ആക്ഷൻസും ഇതൊക്കെ നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്നതാണ്. ഭയങ്കര സാധനമാണ് ഇവര് സാധാരണ ജസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാല് കാണുമ്പോൾ ഓക്വേർഡ് ആയിട്ട് അങ്ങനെയുള്ള ഒരു ട്രെയിനിങ്ങും ഒക്കെ ലഭ്യമാക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കോമൺ സ്കൂളിൽ പഠിക്കാന്ന് പറയുന്നത്. അപ്പോഴേ കിട്ടും. പക്ഷെ എല്ലാ കോമൺ സ്കൂളിലൊന്നും അതിന്റെ സൗകര്യം ഇല്ലാന്ന് തോന്നുന്നില്ലേ? ഇപ്പൊ അങ്ങനെ ഉണ്ട്, കൊടുക്കുന്നുണ്ട് സംവിധാനം.